നമസ്തേ. റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരകനായിട്ടുള്ള അരുൺ കുമാറിന്റെ ക്വാണ്ടം തിയറിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് എത്രയോ പ്രശസ്തമായ ലേഖനങ്ങൾ എഴുതാം, എത്രയോ നിരീക്ഷണങ്ങൾ നടത്താം. പെൺകുട്ടികളുടെ മുടി കെട്ടുന്നതും കോണ്ടം ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സട്ടിൽ തിങ്സ് നമുക്കത് വിട്ടൂടെ? നമുക്ക് അങ്ങനെ വിടേണ്ട ആവശ്യമില്ല. ക്വാണ്ടം എന്ന് പറയുന്ന സംഭവം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് നവോത്ഥാനത്തിനും അല്ലെങ്കിൽ പുരോഗമനവാദത്തിനുമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണോ നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത്? അതെ, അദ്ദേഹം ടി.പി. സെൻകുമാറിനോട്, നമ്മുടെ മുൻ DGP ആയിരുന്ന ടി.പി. സെൻകുമാറിനോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരാത്ത അത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുമില്ലേ? കർണാടകയിലെ ഒരു കോളേജിൽ ഏതാണ്ട് 7000-ഓളം പേർക്കാണ് HIV ബാധ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ കോണ്ടം എടുത്ത് തലയിൽ കെട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നവോത്ഥാനവും അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയും അല്ലെങ്കിൽ തുറന്ന സ്വതന്ത്ര സംസാരവും ചിന്തയും ഒക്കെ ആയി മാറുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരു റൈറ്റപ്പ് കൂടി കാണുകയുണ്ടായി. അതിൽ JNU എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ വന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്താഗതി, സ്വതന്ത്രമായ കാര്യങ്ങൾ, അങ്ങനെ പൊതുസമൂഹത്തിന് വേണ്ടുന്ന വളരെ തുറന്ന ഒരു ഇടമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ്. ശരി തന്നെ. അതെല്ലാം ശരിവെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ ഈ പുരോഗമനം പറയുന്നവരുടെ അടുത്താണ് കേട്ടോ ചോദ്യം. ഇത് ഓരോരുത്തരുടെയും വീട്ടില് സഹോദരിയോ അല്ലെങ്കിൽ മകളോ ഒക്കെ ആയിട്ടുള്ളവർ ഇത്തരത്തിലുള്ള തെരുവിലൂടെ കോണ്ടമൊക്കെ മുടിയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയും അതിനെ പുരോഗമനമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് അതിനോട് യോജിക്കാൻ കഴിയും? അരുണിന്റെ കാര്യം എനിക്കറിയില്ല. അരുണിന്റെ ഒരു പക്ഷേ തുറന്ന ചിന്താഗതി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുക്കിനും മൂലയ്ക്കുമൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കോണ്ടം സപ്ലൈ ചെയിനുകളോ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതായിരിക്കാം എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സ്വതന്ത്രമായിട്ട് സ്ത്രീക്ക് നിൽക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനും അവളുടെ സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ കഴിയുന്നിടത്താണ് അവളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മദ്യപിക്കണമെന്നോ സിഗരറ്റ് വലിക്കണമെന്നോ ഒന്നിലേറെ ആളുടെ കൂടെ കിടക്കണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാകണമെന്നോ എന്നുള്ളതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? എന്റെ ഒരു സംശയമാണ്. ഇപ്പോ പലരും പറയും JNU-ൽ മാത്രമല്ലല്ലോ പല യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ലേ? അവിടെ നിന്ന് വരുമ്പോൾ ഈ കോണ്ടംസ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടതാണ് ഇതിന്റെ ഒരു വിഷയത്തിന് അടിസ്ഥാനം. അപ്പോ ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത്, അത് ഈ ഒരു ക്യാമ്പസിൽ മാത്രമല്ലല്ലോ മറ്റു പലയിടത്തും ഇല്ലേ? അപ്പോ JNU-ലെ മാത്രമാണോ പ്രശ്നം? അല്ല, JNU-ലെ മാത്രമല്ല പ്രശ്നം. ഇതെല്ലാം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നടക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. നമ്മൾ കുട്ടികളെ ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പല യൂണിവേഴ്സിറ്റികളിലൊക്കെ അയക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും കൊടുക്കുന്ന കൺസെന്റ് ആണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടാം, അതിനുവേണ്ടി ഉപയോഗിക്കാം, അത് തലയിൽ കെട്ടിയാൽ പുരോഗമനമാകും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൺസെന്റ് ഈ മാതാപിതാക്കൾ കൊടുത്തിട്ടല്ല ഈ മക്കളെ വിടുന്നത്. മക്കൾ നല്ല നിലയിൽ പഠിച്ച് പാസ്സായി അവർ വരുന്നത് കാണാനാണ് ഈ മാതാപിതാക്കൾ ഇരിക്കുന്നത്. അതല്ലാത്ത എത്ര മാതാപിതാക്കൾ ഉണ്ടാകും? വളരെ ചുരുക്കം ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഭൂരിഭാഗവും പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ അടിയുറച്ച വിശ്വാസം. അപ്പോ അത്തരത്തിലുള്ള സാഹചര്യം വരുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതാണ്ട് 7000-ഓളം വിദ്യാർത്ഥികൾക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അവിടെ ഇതിന്റെ ഈ ഒരു കാര്യം വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ കോണ്ടം ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയും അവർ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എന്നുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നുള്ള ന്യായീകരണങ്ങളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ന്യായീകരണങ്ങളൊക്കെയും അവരവരുടെ കുടുംബത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി വരുമ്പോൾ ഇവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ മറിച്ചുള്ള ഒരു ചോദ്യം.
ശരിയാണ്, ആർക്കൊപ്പമാണ് എപ്പോഴാണ് റിലേഷൻ ഉണ്ടാവേണ്ടത്, അത് ആർക്കൊപ്പമായിരിക്കണം, എപ്പോഴായിരിക്കണം, എന്താണ് ചെയ്യുന്നത് എന്നതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ്. അതിലേക്കൊന്നും കൈകടത്താനായിട്ട് ആരും ചെല്ലുന്നില്ല. പക്ഷേ നമ്മുടെ പല പല ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൗൺസിലേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നും രണ്ടും അബോർഷനുകൾ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പല ഇന്റർവ്യൂസും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ കഴിയുന്ന കാലഘട്ടം തന്നെയാണല്ലോ. അതിനുശേഷം ഈ അബോർഷൻ നടത്തുന്നതും പ്രശ്നമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിനുശേഷം ആരുടെ ശരീരമാണ് വീക്കാവുന്നത്? പുരുഷന്റെയോ സ്ത്രീയുടെയോ? അപ്പോ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മക്കളെ പഠിക്കാനാണ് വിടുന്നത് എന്നുണ്ടെങ്കിൽ മക്കളൊക്കെ പഠിച്ച് വരിക എന്നുള്ളതാണ്. അല്ലാതെ സഹശയനം നടത്തുന്നത് കൊണ്ട് പുരോഗമനം ഉണ്ടാകും എന്നുള്ള വാദഗതിയൊക്കെ അതൊക്കെ വരട്ട് ന്യായമാണ്. പിന്നെ ഇവിടെ എന്താ പറയാ, ഇവിടെ ഒരു ഹിന്ദുത്വം വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ സംഘികൾ കൂടിപ്പോയത് കൊണ്ടോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകൾ ഇത്തരത്തിൽ പെരുമാറുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരത് കൈയടിച്ച് പാസ്സാക്കുമെന്ന് ഈ പറയുന്ന അരുൺകുമാർ ഉൾപ്പെടെയുള്ള എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവർക്ക് എത്ര പേർക്ക് അതിന് ഉറപ്പ് നൽകാൻ കഴിയും? പിന്നെ ഇവരെ എന്തിനാണ് ഈ ഒരു കാര്യത്തിന് ഇത് നടന്നാലേ പുരോഗമനമാവുള്ളൂ, നവോത്ഥാനമാകുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകൾക്ക്, അതായത് കുട്ടികളിലേക്ക് ഇതൊന്നും പ്രശ്നമല്ല, വളരെ അരാജകത്വത്തോടു കൂടി നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറയുന്ന അത്തരം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഇവരൊക്കെ എന്തിനാണ് ഇത്രയേറെ ഒരു ഒരു പിൻബലം കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഒരു 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 തലമുറയെ തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ കുട്ടികൾ നാട് വിട്ടു പോകുന്നതും അവർക്ക് പല പല അഹിതമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. പലരും അതിന്റെ പേരിൽ ജീവൻ തന്നെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഒരു വലിയ വിഭാഗം ആളുകൾ കരുതുന്നത് സ്വതന്ത്രമാകണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ അതിനെ മോറലൈസ് ചെയ്യരുത്. നമ്മൾ ഒരേ സമയം ഇതിനെ മോറലൈസ് ചെയ്യുകയും അതാണ് വലുത് എന്ന് പറഞ്ഞ് ഒരു വലിയ സമൂഹത്തെ മുഴുവനും തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യരുത്. അഹിതം എന്ന് പറയുന്നത് പോലും മറ്റുള്ളവരുടെ അഹിതം നമുക്ക് ഹിതമായിരിക്കാം, എങ്കിലും ഒരു സോഷ്യലി ജീവി എന്നുള്ളത്, സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൈമാറാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ നമ്മൾ പറയില്ല, മുന്നോട്ടുള്ള പോക്കിന് ഇതൊക്കെയാണ് ശരിയായിരിക്കുക, നിങ്ങളത് ചൂസ് ചെയ്യൂ എന്നെങ്കിലും പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അവരോട് ചെന്നിട്ട് എന്താണ് പറയേണ്ടത്? കുട്ടികളെ, നിങ്ങൾ കോണ്ടം തലയിൽ കെട്ടിയും അല്ലെങ്കിൽ കോണ്ടം കയ്യിൽ കെട്ടിയും ഒക്കെ സ്വാതന്ത്ര്യം ആഘോഷിക്കൂ, അത് എന്തിനെല്ലാം ഉപയോഗിക്കാമോ അതിനെല്ലാം ഉപയോഗിക്കൂ എന്നുള്ള ഉപദേശം കൊടുക്കുമോ? അതിനെക്കുറിച്ച് ഒരാൾ വിമർശനം ഉന്നയിക്കുമ്പോൾ, അതും ഒരു DGP പോലുള്ള ആയിരുന്ന ആൾ, ഇക്കണോമിസ്റ്റ് ആയിരുന്ന ആൾ അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ അയാളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ആ പറയുന്ന വ്യക്തിയെ മുഴുവൻ തേജോവധം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാധ്യമ പ്രവർത്തനം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.